நான் சொன்னேன். அதுக்கப்புறம் விஜய் வந்து ஆக்டர் ஆகி படிப்படியாக வந்து அவருடைய அந்த டிசிப்ளின், அந்த திறமை, அந்த உழைப்பால் வந்துட்டு இப்போ வந்து இடத்துல இருக்காங்க. വിജയ് രജനീകാന്ത് ആരാധകർ തമ്മിലുള്ള സോഷ്യൽ മീഡിയ യുദ്ധം കഴിഞ്ഞ കുറെ കാലമായി ഉള്ളതാണ്. ഈ രണ്ട് നടന്മാരുടെയും ആരാധകർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വാക്പോരുകൾ നടക്കും. അത്തരമൊരു താരപോരിന് തിരികൊളുത്തിയതായിരുന്നു രജനീകാന്തിന്റെ കാക്ക പരുന്ത് പരാമർശം. ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിനിടയിലാണ് രജനീകാന്ത് കാക്ക പരുന്ത് പരാമർശം നടത്തിയത്. ഈ പരാമർശത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രജനീകാന്ത്. താൻ പറഞ്ഞ കാക്കയുടെയും പരുന്തിന്റെയും കഥ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണ് തലൈവരുടെ വിശദീകരണം. അത്തരമൊരു പരാമർശം വിജയിയെ ഉദ്ദേശിച്ചല്ല താൻ നടത്തിയതെന്നും വിജയുമായി മത്സരത്തിലെന്ന പ്രചാരണം തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും രജനീകാന്ത് പറയുന്നു. വിജയ് ഇന്ന് വലിയ താരമായി വളർന്നു കഴിഞ്ഞു. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നാണ് പറയുന്നതെന്നും താൻ എന്നും വിജയുടെ അഭ്യുദയകാംക്ഷിയാണെന്നും രജനീകാന്ത് വിശദമാക്കി. ആരാധകർ ഇത്തരം വിഷയങ്ങൾ ഇനി ഉയർത്തരുതെന്നും രജനീകാന്ത് ആവശ്യപ്പെടുന്നുണ്ട്. ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലായിരുന്നു രജനീകാന്തിന്റെ വിശദീകരണം. ജയിലറിന്റെ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ താൻ പറഞ്ഞ കാക്കയുടെയും പരുന്തിന്റെയും കഥ വിജയെക്കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയ വ്യാഖ്യാനിച്ചത്. വിജയ് തന്റെ കൺമുന്നിൽ വളർന്ന കുട്ടിയാണ്. ധർമ്മത്തിൻ തലൈവൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വിജയ്ക്ക് 13 വയസ്സായിരുന്നു പ്രായമെന്നും വിജയ് താഴെ നിന്ന് തന്നെ നോക്കുന്നതൊക്കെ താൻ ഓർമ്മിക്കുന്നുണ്ട് എന്നും രജനീകാന്ത് പറഞ്ഞു. ചിത്രീകരണം കഴിഞ്ഞ ഉടൻ തന്നെ ചന്ദ്രശേഖർ വിജയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെന്നും വിജയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് തന്നോട് പറഞ്ഞുവെന്നും ഉടൻ വായിച്ചിട്ട് അഭിനയിക്കാനാണ് താൻ വിജയെ ഉപദേശിച്ചതെന്നും രജനീകാന്ത് ഓർമ്മിക്കുന്നു. വിജയ്ക്കും തനിക്കും തമ്മിൽ മത്സരമില്ല. പിന്നീട് നടനായി മാറിയ വിജയ് വളർന്നത് സ്വന്തം കഠിനാധ്വാനം കൊണ്ടാണെന്നും രജനീകാന്ത് പറയുന്നുണ്ട്. വൈകാതെ തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. വിജയും താനും മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ തനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നും രജനീകാന്ത് പറയുന്നു. அது வேறு மாதிரி வந்துட்டு ஒரு இதாகிட்டு அது நான் விஜய் சொன்ன மாதிரி அப்படின்னு சொல்லிட்டு அந்த மாதிரிலாம் வந்து நிறைய வந்து சோசியல் மீடியாவில் பண்ணிட்டு இருந்தாங்க. அது எனக்கு நிஜமாக வந்து ரொம்ப ஒத்துழைக்கிறது. விஜய் வந்து கண்ணுக்கு முன்னாலே வந்து வளர்ந்த பையன் வந்து அவர் வீட்டில் வந்துட்டு தர்மத்தின் தலைவர் ஷூட்டிங் பண்ணும்போது அவருக்கு 13-14 வயசு இருக்கும் விஜய்க்கு. மேலே பார்த்துட்டு இருந்தாங்க. ஷூட்டிங் முடிச்சவங்க பார்க்கும்போது சந்திரசேகர் இன்ட்ரோடியூஸ் பண்ணாங்க, என்னுடைய பையன் ஆக்டிங்கில் ரொம்ப இன்ட்ரெஸ்ட் இருக்குது, நீங்கள் சொல்லுங்கள், அவங்க படிச்சுட்டு வந்து ஆக்ட் பண்ணலாம், படிப்பு பண்ண சொல்லுங்கள் சொன்னாங்க. அப்போ வந்து அவருக்கு வந்து விஜய் நல்லா படிப்பாக அதுக்கப்புறம் ஆக்டர் ஆகலாம் நான் சொன்னேன். அதுக்கப்புறம் விஜய் வந்து ஆக்டர் ஆகி படிப்படியாக வந்து அவருடைய அந்த டிசிப்ளின், அந்த திறமை, அந்த உழைப்பால் வந்துட்டு இப்போ வந்து இடத்துல இருக்காங்க. இப்போ மறுபடியும் வந்து நெக்ஸ்ட்டு வந்து ஒரு அரசியல் சமூக சேவைக்கு வேறு வந்து போகணும்னு இருக்காங்க. இதில் வந்துட்டு எனக்கு விஜய்க்கு போட்டி அப்படின்னு சொல்லிட்டு பண்ணுறது வந்து எனக்கு வந்து நிஜமாக ரொம்ப கஷ்டமாக இருக்குது மனசு. விஜயே சொல்லியிருக்காரு எனக்கு போட்டி நான் தான் சொல்லி, நானே சொல்லியிருக்கேன் என்னுடைய படத்துக்கு நான் தான் போட்டி அப்படின்னு சொல்லி. விஜய் வந்து எனக்கு போட்டி அப்படின்னு நினைச்சா அது எனக்கும் மரியாதை இல்லை, எனக்கும் கௌரவம் இல்லை. விஜயும் வந்து ரஜினிகாந்த் எனக்கு போட்டின்னு சொன்னால் அவருக்கும் மரியாதை இல்லை, அவருக்கும் கௌரவம் இல்லை. தயவு செஞ்சு 2 பேர் ஃபேன்ஸு கூட இவங்க அந்த உங்களாதிக்க இந்த காக்கா கலர்கள் அப்படி பண்ண வேண்டாம். தயவு செஞ்சு இது வந்து என்னுடைய அன்பார்ந்த வேண்டுதல். ரொம்ப நன்றி. പക്ഷികളുടെ കൂട്ടത്തിൽ കാക്ക എല്ലാവരെയും ശല്യപ്പെടുത്തും, പരുന്ത് അത്തരത്തിൽ ചെയ്യില്ല. കാക്ക പരുന്തിനെ പോലും ശല്യപ്പെടുത്തും. എന്നാൽ പരുന്ത് അതിന് പ്രതികരിക്കാതെ ഉയരത്തിൽ പറക്കും. കാക്കയ്ക്ക് ആ ഉയരത്തിലെത്താൻ കഴിയില്ല. ഞാൻ ഇത് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇന്നയാളെയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരും. കുരയ്ക്കാത്ത നായകളും കുറ്റം പറയാത്ത നാവുകളും ഉണ്ടാകില്ല. അത് രണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാത്ത സ്ഥലങ്ങളും കാണില്ലെന്നാണ് രജനീകാന്ത് അന്ന് പറഞ്ഞത്. നമ്മൾ നമ്മുടെ പണിയുമായി മുന്നോട്ട് പോകണമെന്നും രജനീകാന്ത് ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ തന്റെ സൂപ്പർതാര പദവിയിലേക്ക് പലരും വിജയ് ഉയർത്തിക്കാട്ടുന്നതിനെതിരെയാണ് രജനീകാന്ത് പ്രതികരിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ടായത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ രജനി വിജയ് ഫാൻസ് ഏറ്റുമുട്ടലുമുണ്ടായി. ഇതിനിടെ ലിയോയുടെ സക്സസ് മീറ്റിൽ രജനീകാന്തിന് മറുപടി എന്നോണം വിജയ് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് വിജയ്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിജയുടെ ഫാൻസ് ക്ലബായ വിജയ് മക്കൾ ഇയക്കം ജനറൽ കൗൺസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് നീക്കം. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപേയുള്ള വിജയുടെ ഈ നീക്കം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. വ്യാഴാഴ്ച ചെന്നൈയിൽ നടന്ന ഫാൻസ് സംഘടനയുടെ പൊതുയോഗത്തിൽ വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്യാനും അതിന്റെ അധ്യക്ഷനാകാനും പാർട്ടി നിയമങ്ങൾ തയ്യാറാക്കാനും ഒക്കെയുള്ള അനുമതി നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.